ഇവിടെ ഒരു ബോക്സർ ഓരോ ഫൈറ്റിലും തന്റെ ലെഫ്റ്റ് ഹാൻഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം അവന്റെ റൈറ്റ് ഹാൻഡ് കൊണ്ട് അടിവാങ്ങുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ മറൈൻ ഫോഴ്സുള്ള വളരെ ആത്മവിശ്വാസമുള്ള ഒരു എതിരാളിയുമായി ഏറ്റുമുട്ടുന്നു. അവൻ ഇതുവരെ ആരെയും അത്ര കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോച്ച് അവനോട് പറയുന്നു, നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നയാൾ ഇതുവരെ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അവൻ ചിരിച്ചുകൊണ്ട് തന്റെ കൈയിലെ മറൈൻ ടാറ്റൂ കാണിച്ച് ആരാണ് ഡേഞ്ചർ എന്ന് നമുക്കിപ്പോൾ കാണാം എന്നു പറഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം അടുത്ത റൗണ്ട് ആരംഭിച്ച ഉടൻ തന്നെ അവൻ കിം തുരുതുര അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം തന്നെ വളരെ ശാന്തനായി അവന്റെ അറ്റാക്കുകളെല്ലാം ഡിഫൻഡ് ചെയ്തുകൊണ്ടിരുന്ന കിം ശരിയായ സമയം വന്നപ്പോൾ തന്റെ ഇടങ്കൈ ഉപയോഗിച്ച് ഒരു പഞ്ച് വയ്ക്കുന്നു. ആ ഒരൊറ്റ അടിക്ക് തന്നെ എതിരാളി താഴെ വീഴുന്നു. എന്നിട്ടും അതുകൊണ്ട് നിർത്താതെ അവൻ കിമ്മിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് വീണ്ടും അറ്റാക്ക് ചെയ്യിക്കാൻ നോക്കുന്നു. എന്നാൽ അപ്പോഴും ശാന്തനായിരുന്ന കിം അവൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വീണ്ടും ഒരു പഞ്ച് കൂടി കൊടുക്കുന്നു. ആ പഞ്ചോടാ ഗെയിം അവിടെ തീരുകയാണ്. തുടർന്ന് എതിരാളിയുടെ ഉടമ വെറും ടാക്സി കാശ് മാത്രം കൊടുത്ത് അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഇതിനാൽ അവൻ തലതാഴ്ത്തി പുറത്തേക്ക് വരുമ്പോൾ അവിടെ അവനായി കാത്തുനിന്നിരുന്ന കിം അവനെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അടുത്തുള്ളൊരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സംസാരിക്കുമ്പോഴാണ് കിം മറൈൻ ഫോഴ്സിൽ തന്റെ എതിരാളിയുടെ സീനിയർ ആയിരുന്നു എന്ന് അവൻ അറിയുന്നത്. അതുകൊണ്ട് അവൻ കൗതുകത്തോടെ ചോദിക്കുന്നു, ചേട്ടൻ എന്തുകൊണ്ടാണ് വലങ്കൈ ഉപയോഗിക്കാത്തത് എന്ന്. എന്നാൽ കിം ചിരിച്ചതല്ലാതെ ഒന്നും പറയാതെ ശാന്തനായിരിക്കുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. നോക്കുമ്പോൾ അവർക്ക് കടം കൊടുത്ത ആളുകൾ വന്ന് അവരുടെ കഫേ അടിച്ചു തകർക്കുകയാണ്. ഉടൻ തന്നെ അവിടെ നിന്ന് വേഗത്തിൽ ഓടിച്ചെന്ന അവൻ അവിടെ അമ്മയുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോകുന്നു. ഒടുവിൽ തന്റെ വലങ്കൈ ഉപയോഗിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് അവന് മനസ്സിലാകുന്നു. അതിനുശേഷം അവൻ അവിടെയുള്ള എല്ലാവരെയും തുരുതുര അടിക്കാൻ തുടങ്ങുന്നു. അവനടിക്കുന്ന ഓരോ അടിയും ഇടിമിന്നൽ പോലെയാണ് പതിക്കുന്നത്. അതുകൊണ്ടുതന്നെ എതിരാളികൾക്ക് ആർക്കും അവന്റെ അടി താങ്ങാൻ കഴിയാതെ ഓരോരുത്തരായി നിലംപതിക്കുന്നു. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ടുതന്നെ കിം അവരെയെല്ലാം തല്ലിത്തോൽപ്പിച്ച് തന്റെ അമ്മയെ രക്ഷിക്കുന്നു.